ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഷ്രൈൻ ഓഫ് റിമെമ്പറൻസ് കാണാനാണ്. അതുമാത്രമല്ല വേറെ കുറച്ച് സ്ഥലം കൂടി കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമിനനുസരിച്ച് പോകാതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം പോകുന്നത് ഷ്രൈൻ ഓഫ് റിമെമ്പറൻസ് ആണ്. അപ്പം നിങ്ങൾക്കും അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അവിടുന്ന് ഞങ്ങൾ നേരെ ട്രാം കയറിയിട്ടാണ് ഷ്രൈൻ ഓഫ് റിമെമ്പറൻസിലെത്തിയത്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടുന്ന് വീട്ടിൽ നിന്ന്. നമ്മളിവിടെ എത്തിയപ്പോൾ 4:30 ആയി. ഇവിടെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 4:30 വരെ ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് ബാൽക്കണി വ്യൂവിന് മാത്രം. പുറത്തൊക്കെ നമുക്ക് എത്ര മണി വരെ വേണമെങ്കിൽ കാണാം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി തോട്ട് ആ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് ലൈക്ക് അവിടെ നമ്മുടെ മെൽബൺ സിറ്റി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് അത് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ചുറ്റുമൊക്കെ കണ്ട് പിക്ചേഴ്സൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അല്ലേ? ഇത് വേറെ സ്ഥലം നമുക്ക് വരാം. ഇവിടെ കാണാൻ തന്നെ എന്റെ ഇഷ്ടം പോലെ. നല്ല വ്യൂ അല്ലേ? നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാൻ? ഷ്രൈൻ ഓഫ് റിമെമ്പറൻസ് എന്ന് പറയുന്നത് മെൽബണിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്കാണ്. അത് നമ്മുടെ World War I ഓസ്ട്രേലിയക്ക് വേണ്ടി അന്ന് സെർവ് ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ കുറേ പേര് ലൈഫൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ള ആൾക്കാരിനെ ഓർക്കാനും അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർ മെമ്മോറിയൽ മോണുമെൻ്റ് ആണിത്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസും ഒക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ ഷ്രൈൻ ഓഫ് റിമെമ്പറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാം നല്ലൊരു സിറ്റി വ്യൂ ഒക്കെ ഉണ്ട് അവിടെ നിന്ന്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ബാൽക്കണി വ്യൂ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, ഇതൊരു എവർലാസ്റ്റിംഗ് ഫ്ലെയിം എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഒരിക്കലും കെടില്ല. ആദ്യമായിട്ട് ഈ തീ കത്തിച്ചത് ക്വീൻ എലിസബത്ത് II ആണ് ഇൻ 1954. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണിത്. ഈ ട്രീസിൻ്റെ ഇടയിൽ കൂടെ ആ സിറ്റി കാണുന്നത് എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വ്യൂ. പിന്നെ ആ ട്രീ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടാലേ അറിയാലോ എന്ത് ജയൻ്റ് ആ ട്രീന്ന്. നമ്മളെ ആൾക്കാരൊക്കെ നോക്കി എന്തൊരു കുഞ്ഞിതാന്ന്. അത്രയും വലുതായിരുന്നു ആ ട്രീ. പിന്നെ ഞങ്ങൾ നേരെ പോയത് റോയൽ ബൊട്ടാണിക് ഗാർഡൻ ആണ്. അവിടേക്ക് ഒരു 10 മിനിറ്റ്സ് വോക്കേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നിൽക്കുന്ന ഷ്രൈൻ ഓഫ് റിമെമ്പറൻസിന്ന്. പിന്നെ ആദ്യം പോയത് ഈ ഷോപ്പിലോട്ടാണ്. കാരണം ഈ ഷോപ്പ് 6:30 ഒക്കെ ആകുമ്പോഴേക്കും അടയ്ക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 6:15 ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഷോപ്പിൽ കയറി എല്ലാ സാധനങ്ങളും കണ്ടു. ഇവിടെ മോസ്റ്റ്ലി ഫ്ലവർ റിലേറ്റഡ് ലൈക്ക് ഫ്ലോറൽ ഡിസൈനിലുള്ള പോട്ട്സും പിന്നെ കുറേ നല്ല സെൻസും സംഭവങ്ങളും പെർഫ്യൂംസും മാഗ്നറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കും ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാണുന്നത് ചിൽഡ്രൻസ് ഗാർഡൻ ആണ്. അവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനും അങ്ങനത്തെ കുറച്ച് ഏരിയ ഒക്കെയാണ് ഉള്ളത്. അത് ഇപ്പോൾ തൽക്കാലത്തിന് ക്ലോസ്ഡ് ആയിരുന്നു ബിക്കോസ് 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ ടൈം. എങ്ങനെയുണ്ട്? കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സൗകര്യമുണ്ട്. റിമെമ്പറൻസ് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനും. അപ്പോൾ എത്രയും പെട്ടെന്ന് വരാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ മമ്മിക്ക് വീഡിയോ ഓണാക്കുമ്പോൾ
മമ്മി അല്ലെങ്കിൽ ഇങ്ങനെ കലപില സംസാരാണ്. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ മമ്മി ഇങ്ങനെ വായില് വർത്താനൊന്നും വരില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം സ്വഭാവമാണ് അല്ലേ മമ്മിയെ? നല്ല വെയിലുണ്ട്, നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലം. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഈശ്വരാ. അതെ. നിങ്ങൾ ഈ വെയിൽ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്താ ഈ 6:30 ഇങ്ങനത്തെ വെയിലെന്ന്. നമ്മുടെ അവിടെ 6:30 ആകുമ്പോൾ ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി തുടങ്ങൂലേ. ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരു 8:30, 9 ആകുമ്പോഴാണ് ഇപ്പൊ നല്ല ഇരുട്ടാവുള്ളൂ. നല്ല തണലുണ്ടല്ലേ അല്ലേ മമ്മിയെ? നല്ല തണലുണ്ട്, കാറ്റുകൂടെ പോണ ഒരു പ്രതീതിയുണ്ട്. അതെ, ഇവിടെ ഭയങ്കര എന്താ പറയാ ഒരു പീസ്ഫുൾ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സോ നമുക്കിങ്ങനെ ഇതൊക്കെ കണ്ട് എന്താ പറയാ വെറുതെ ഈവനിങ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടും അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഈ പ്ലേസ്. പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു സ്ഥലം. ചെടികളുണ്ട്. അതെ, അല്ലെങ്കിലോ ഇവിടെ നിറച്ച് വെറൈറ്റി ഓഫ് ചെടികളുണ്ട്. എങ്കിലും കൂടിയിട്ട് കൊറേ വെറൈറ്റി ഓഫ് ചെടികളുണ്ടെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടികൾ എന്തൊക്കെയാന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ചെടി നമ്മുടെ വീട്ടിലില്ലേ മമ്മി? ഉണ്ട്. എനിക്ക് ഇവിടെ കുറച്ചും കൂടി എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ അവിടെയൊക്കെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പൂക്കള് സംഭവങ്ങളാ അല്ലേ? ഇവിടെ പൂക്കളെക്കാളും കൂടുതൽ പല ഗ്രീനറിയാണ് കുറച്ചും കൂടി. പൂക്കളില്ലാന്നല്ല, ലൈക്ക് ഫുള്ളൊരു ഗ്രീനറി സംഭവങ്ങളാണ്. കൊറേ ഫോൺസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ലൈക്ക് ഫുൾ എന്താ പറയാ ഗ്രീനാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? കുറച്ചും കൂടിയും കളർഫുൾ അല്ല അത്രയ്ക്ക്. ആ മരത്തിന്റെ മുകളിലൊക്കെ നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണുമ്പോ. കൊറേ നാട്ടിലുള്ള ചെടികളൊക്കെ പോലെ തോന്നുന്നുണ്ട് ചിലതൊക്കെ അല്ലേ? പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്കായിരിക്കും കുറച്ചും കൂടി ഈ വ്ളോഗ് ഇഷ്ടപ്പെടാ അല്ലേ? ഫ്ലവേഴ്സും ഉണ്ട് അവിടെ നോക്കി. നീലക്കുറിഞ്ഞാണത്. ഇതിനെയാണ് മമ്മി നീലക്കുറിഞ്ഞി എന്ന് വിളിക്കുന്നത്. ഈ ചെടി ഇതിന്റെ നീല നിങ്ങൾക്ക് ലൈറ്റ് കൊണ്ട് കാണുന്നുണ്ടാവില്ല, അകലെന്ന് നോക്കിയാൽ കാണില്ല. അടുത്ത് പോയി കാണിച്ചു കൊടുക്കാം. ഇതാണ് മമ്മി പറഞ്ഞ ആ നീലക്കുറിഞ്ഞി. നിങ്ങൾക്ക് നീലക്കുറിഞ്ഞിനെ പോലെ തോന്നുന്നുണ്ടോ മമ്മി? സത്യത്തിൽ നീലക്കുറിഞ്ഞി കണ്ടിട്ടുണ്ടോ? ഇല്ല, നീലക്കുറിഞ്ഞി കണ്ടിട്ടുണ്ട്, വെറുതെ എപ്പോ ഈ ചെടി റോഡിലൊക്കെ കണ്ടാലും മമ്മി പറയും അത് എന്താന്നാ പറയാ? നീലക്കുറിഞ്ഞി. നമ്മളെന്നിട്ട് നാട്ടിലൊക്കെ ഒരു മഞ്ഞ പൂവുണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് മുട്ടാണെങ്കിൽ അതിങ്ങനെ പൊട്ടിക്കാൻ പറ്റും. അതിൻ്റെ പോലത്തെ കുറച്ച് അതേപോലത്തെ പൂവാണ്, പക്ഷെ വയലറ്റാന്ന് മാത്രം. പിന്നെ മമ്മി ഈ പൂ പൊട്ടിച്ചതല്ല കേട്ടോ, അവിടെ നിലത്ത് കിടക്കണ ഒരു പൂവ് എടുത്ത് കാണിച്ചു തന്നതാ മമ്മി. കിളീനെ നോക്കിയത് എന്ത് കിളിയാണാവോ, ചുണ്ടൊക്കെ നോക്ക്, റെഡ് കളറ്, നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ കുറച്ചും കൂടി ഇഷ്ടം എന്നൊക്കെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ തുടക്കക്കാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിങ്ങനെ കുറേ ഞാൻ പോകുന്ന സ്ഥലം കാണുന്ന വീഡിയോസ് ചില ടൈമിൽ എനിക്ക് മടിയൊക്കെ വരും, അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുക്കില്ല. എന്നാലും ഞാൻ മാക്സിമം എടുത്ത് കാണിച്ചു തരാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉള്ള ഒരു രീതി വെച്ചിട്ടൊക്കെ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, കുറച്ചുകൂടി നന്നാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അത് വായിച്ചിട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ വരുത്തി കുറച്ചുകൂടി നല്ലൊരു വ്ളോഗറായിട്ട് മാറാം. പിന്നെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം അതൊക്കെ നിങ്ങൾ പറ. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത്ര എക്സ്ട്രോവേർട്ടൊന്നുമല്ല, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് തോന്നുന്നുണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഹാപ്പി വേർഡ് എന്ന് പറയാം. എന്നെ അറിയാവുന്നവരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. എന്നെ
അറിയാത്തവരുടെ അടുത്ത് ഞാൻ ഒട്ടും സംസാരിക്കില്ല. ഞാൻ ഭയങ്കര ജാടയാന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കും. അങ്ങനെ പക്ഷെ അറിയുന്നവർക്കറിയാം ജാടയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല അത്ര. എന്നിട്ട് എനിക്ക് എന്താന്ന് വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും മമ്മിക്കൊക്കെ സർപ്രൈസായി ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കണ്ടിട്ട്. ബിക്കോസ് ഞാൻ ഒട്ടും ഇങ്ങനെ എൻ്റെ ലൈഫ് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഓസ്ട്രേലിയ വന്നപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യത്തിലൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങാം, നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ കാണുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ, പിന്നെ രസമല്ലേ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളാ പറ എങ്ങനത്തെ വീഡിയോസാണ് കാണണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ തെറ്റിപ്പറഞ്ഞതാ ഇവിടെ ഫ്ലവേഴ്സ് ഇല്ലാന്ന്. ആ അപ്പുറത്തെ സൈഡിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. എന്നാലും അവിടെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു അത്രയ്ക്കൊന്നും ഇല്ല അല്ലേ. എന്നാലും കുഴപ്പമില്ല. ബാക്കി എല്ലാവരുടെ ഫ്ലവേഴ്സ് ഉള്ള കാരണം ഇവിടെ എല്ലാ മരങ്ങളിലും പൂക്കളാണ് ഒരുവിധമൊക്കെ. അതെ, മരങ്ങളിലൊക്കെ പൂക്കൾ. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്, കൊള്ളാം. ലേക്കിന്റെ അടുത്ത് താമരയാണോ അത്? നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഫ്ലവേഴ്സും ഗാർഡൻ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ നന്നായി ഇരിക്കുന്ന കാണാനൊക്കെ കേട്ടോ. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഇത് ഇങ്ങനെ തന്നെ എങ്ങനെയാണോ ഇത്രയും നാളായിട്ട് ഇത്ര നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ ആൾക്കാർ അത് അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഈ ലേക്ക് കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഞാൻ കുറേ നേരം വീഡിയോ എടുക്കാൻ നോക്കുന്നു. ഞാൻ പിന്നാലെ പോകുമ്പോൾ ഈ ഡക്ക് ഓടി ഓടി പോവും. അതിന് പേടിയാന്ന് തോന്നുന്നു. കണ്ടോ, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. രസമുണ്ട് കാണാൻ. അപ്പുറം ഇപ്പുറം ഫുൾ ചെടികളാ, കണ്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിക്കോടെ ഇങ്ങനെ പോവാണ്. വേറെ ടൈപ്പ് ചെടി കാണിച്ചാരേ. അതിന്റെ മൊട്ടാണിത്. തൊടണ്ട, മതി മതി മതി. ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് പോവാം. ഇവിടെ കുറേ പേര് ഈവനിങ് വാക്കിനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. നമുക്കിഷ്ടായില്ലേ? എവിടെ നോക്കിയാലും പൂക്കളാ. അവിടുത്തെ പുല്ല് ഞാൻ പിന്നെ ആ വഴിക്കൂടെ നടന്നു പോയപ്പോഴാണ് കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലുള്ള പോലത്തെ ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മമ്മിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക, നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല, ഫുൾ ഫ്രീ ആണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വന്നിരിക്കാം, പ്രകൃതിയൊക്കെ രസിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമ്മുടെ അവിടെയൊക്കെ എൻട്രി ഫീസ് ഇല്ലേ മമ്മി? ഉണ്ട്. നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഊട്ടി കൊടൈക്കനാൽ അവിടെയൊക്കെ. എൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ചെടി. ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ബോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഫുൾ മാപ്പ്. നമുക്കിത് നോക്കി എവിടെയാന്ന് വെച്ചാൽ പോവാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മാപ്പില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ അതിൽ നമുക്ക് ഡിജിറ്റൽ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല വെയിൽ. ഈ ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വാട്ടർ ലില്ലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് വെയിൽ കൊള്ളാനൊക്കെ വന്ന് കിടപ്പുണ്ട്. നല്ല ഒരു വൈബുണ്ട് അല്ലേ. മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ചേരം ഇവിടെ വന്ന് കിടക്കാം. അപ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടും. പിന്നെ മാത്രമല്ല കളിക്കാനായിട്ട് കുറെ പേര് വരുന്നുണ്ട് ഫാമിലി ആയിട്ട്. പിന്നെ പിക്നിക് പോലെ ഇവിടെ വന്നിട്ട് അവര് മാറ്റൊക്കെ വിരിച്ച് അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട്.
ഫോൺസ് ഒക്കെ കുറേ ഉള്ള ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഓരോ ഭാഗത്ത് ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ്സും അങ്ങനത്തെ ആണ്. അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സ് ഉള്ള ഭാഗമൊക്കെ ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞ ഒരു കാട്ടിലകപ്പെട്ട പോലെ ആയില്ലേ മമ്മി? ആ മരം നോക്കി എത്ര കാലം പഴക്കണ്ടാവും ആ മരം. ായി ഈ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ പൂവുള്ള ചെടി അല്ലേ? റോസ. ഇത് റോസ് ഒന്നും അല്ല. അതെ കുട്ടിയെ റോസ. ഇതാ റോസ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മമ്മി ഇത് റോസാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൊറേ നേരമായി തർക്കിക്കാൻ നിൽക്കുന്നത്. റോസാണോ മമ്മി അത്? പക്ഷെ ഒരു ടൈപ്പ് റോസാണ്. ആണോ? അല്ല അല്ലേ? ഇതാണ് മമ്മി പറഞ്ഞ റോസ. ഇതിന്റെ ശരിക്കുള്ള പേര് ROSA എന്ന് ആണ് കേട്ടോ, റോസ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. കൊള്ളാലേ, വുഡൻ ഹൗസ് പോലെ കൊള്ളാലേ മമ്മി? അതെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ വേസ്റ്റ് ഒക്കെ അവരാരും എടുത്തോണ്ട് പോകണം. എത്ര നീട്ടാ നോക്ക്, ഫുൾ സ്ഥലം. ഒരു എന്തെങ്കിലും മമ്മി കണ്ട? ഇല്ല, ഒറ്റ പ്ലാസ്റ്റിക് കവർ ഒന്നുമില്ല. ഫുൾ അത്ര വൃത്തിയില്ലല്ലേ? നല്ല ഇഷ്ടായിട്ടാ. ശരിക്കൊരു കാട് അല്ലേ? കാട്ടിന്റെ ഉള്ളിലൊരു വഴി, ആ വഴിക്കൂടെ ഞാനും മമ്മിയും നടക്കുന്നു. അതിന്റെ ചില വേരുകൾ നിലത്ത് മൂട്ടിയിട്ടുണ്ട്. ആ ഈ ചെടി നോക്ക്, ഇത് ഊണ് കൊടുത്ത പോലെയാണ് ആ ചെടി നിക്കണേ. ഇതിന്റെ പേര് അത് ഇതിന്റെ ചിലപ്പോ ചെടികൾ ഉണ്ടാവുമായിരിക്കാം. എനിക്കൊന്നും അറിയില്ല. ഇങ്ങോട്ട് വന്നേ. മമ്മിയുടെ കൊറേ ഒന്നും സത്യം പറഞ്ഞ മമ്മിക്കൊന്നും അറിയില്ല, പക്ഷെ മമ്മി കൊറേ എക്സ്പ്ലനേഷൻ തരും. നാട്ടിലുണ്ട്. അതെ, പിന്നെ കൈതച്ചക്കയുടെ പോലെ തോന്നണ ചെടി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഫോണിന്റെ ഭാഗം. മമ്മിക്കോ? സൂപ്പറാ. മമ്മിക്ക് ഏത് ഭാഗം ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഇവിടെ ഏതാ മമ്മിക്ക് കൂടുതൽ ഇഷ്ടായേ? ലേക്കിന്റെ ഭാഗം, ഫോണിന്റെ ഭാഗം, പുല്ലൊക്കെ ആയിട്ടുള്ള കിടന്ന് സുഖമായിട്ട് കിടന്ന് കാറ്റ് കൊള്ളാൻ പറ്റും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കാട്, ഫോണുണ്ടായി നിൽക്കണണ്ട മരത്തിന്റെ മുകളില്. കാടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഫോണിന്റെ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാം. സൈലന്റ് ആണ് അല്ലേ? ശരിക്കും ആ ഒരു കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഫുൾ നേച്ചറിന്റെ ശബ്ദം കേൾക്കാം. എനിക്ക് സത്യം പറയാലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും മമ്മി? കുറച്ചും കൂടിയും കാടുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്, ഇങ്ങനെ നമുക്ക് നടക്കാം. ഇവിടെ കുഞ്ഞ് വാട്ടർഫോൾ പോലെയൊക്കെ ഉണ്ട്. ഹായ്, ശരിക്കും കാട് തന്നെ. നല്ല രസമാണ്. അവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് മമ്മി. അവിടെ ഒരാൾ ഇരിക്കുന്നേ, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നല്ല സ്ഥലം അല്ലേ? എനിക്ക് ഈ ഒരു ഏരിയ ആണ് ഇവിടെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കാം ആൻഡ്
അടിപൊളി. നമുക്ക് ഇനി ലൈറ്റൊക്കെ കുറച്ച് പോവാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കാട്ടിലടക്കപ്പെട്ട ആൾക്കാരെ പോലെ നടക്കേണ്ടി വരും. നമുക്കപ്പോൾ വീട്ടിലോട്ട് പോവാം. തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ കണ്ടത് ക്ലോസ് ഫോർ പ്രൈവറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ്. കാരണം എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ പ്രൈവറ്റ് ഇവൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു. പിന്നെ ആ വഴിക്ക് പോയപ്പോൾ ഹെർബേറിയം ഒക്കെ കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫംഗസിനൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഓരോ ആസിഡിലും സംഭവത്തിലൊക്കെ. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആക്സസ് ഒന്നുമില്ല. അതിന് വേണ്ടി സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റും സംഭവങ്ങളൊക്കെ എടുക്കണമെന്ന് അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സിൻ്റെ സാമ്പിൾസും അവർ കുറേ നാളായിട്ട് പ്രിസർവ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് അവർക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഈ പുറമേ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ ഫംഗസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സും സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ഇവർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള സ്റ്റോറീസാണ് എഴുതി വെച്ച് നോക്കുന്നത്. പിന്നെ ആരാണ് ഇത് കണ്ടുപിടിച്ചതെന്നും പിന്നെ എന്ത് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവരിതൊക്കെ കണ്ടുപിടിച്ചതെന്നും ഇത് നോക്കിയാണ് ഇതിൽ എഴുതി വെച്ച് വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ബൊട്ടാനിക്കൽ ഗാർഡനും ഷ്രൈൻ ഓഫ് റിമെമ്പറൻസും ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷ്രൈൻ ഓഫ് റിമെമ്പറൻസിന് അതൊരു വേറൊരു എന്താ പറയുക ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണ്. ഇതൊരു നേച്ചറിനോട് കുറച്ചുകൂടി അടുത്തിക്കുന്ന പ്ലേസ് ആയതുകൊണ്ട് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എനിവേ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ഇനിയും കുറേ വേറെ സ്ഥലത്ത് എങ്ങാനും. ഓക്കെ, അപ്പോൾ ബൈ.